എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എക്സസൈസ് 3.5 ചെയ്ത് കഴിഞ്ഞ് ഇന്ന് എക്സസൈസ് 3.6 ചെയ്യാം. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1/2x + 1/3y = 2, 1/3x + 1/2y = 13/6. ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തതിന് വ്യത്യാസമായിട്ട് ഇതിൽ ഡിനോമിനേറ്ററിലാണ് എക്സും വൈയും ഉള്ളത്. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 1/x = p ആയിട്ട് എടുക്കുക. അതുപോലെ 1/y = q ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് സാധാരണയായിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ 1/x ഇതിനെ നമ്മൾ 1/2 × 1/x അല്ലേ, 1/2 × 1/x ആണ് നമ്മളെ 1/2 2x. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 1/2p പ്ലസ് 1/3q = 2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതായത് 1/x p ആയിട്ട് മാറുന്നു. 1/2 × 1/x ആണ്. 1/x p ആയിട്ട്, അപ്പൊ 1/2p. അതുപോലെ 1/3 × 1/y ആണ്. അത് നമ്മൾ എങ്ങനെ എഴുതി, 1/3q ഇങ്ങനെ എഴുതി. ഇനി ഇതിനെ എന്ത് ചെയ്യാം, നമ്മൾ LCM എടുക്കണം. അപ്പൊ 6 LCM ആവുന്ന സമയത്ത് 3p പ്ലസ് 2q = 2. ക്രോസ് ചെയ്യാം. 3p പ്ലസ് 2q ഡിവൈഡ് ബൈ 6 = 2. അപ്പൊ നമ്മളെ ഇക്വേഷൻ 3p പ്ലസ് 2q = 12. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ 1/3x ആണുള്ളത്. 1/3x എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 1/3p പ്ലസ് 1/2q = 13/6. ഇതിലും നമുക്ക് 6 LCM വരും. അപ്പൊ 6 LCM വരുമ്പോൾ 2p പ്ലസ് 3q = 13/6. ഇതിൽ രണ്ടിലും ഡിനോമിനേറ്ററിൽ 6 ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ആക്കാം. അപ്പൊ 2p പ്ലസ് 3q = 13 ആണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. പിന്നെ നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ, ഒന്ന് 3p പ്ലസ് 2q, 3p പ്ലസ് 2q = 12. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ 2p പ്ലസ് 3q = 13. സെക്കൻഡ് ഇക്വേഷൻ. അപ്പം ഞാൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെയിം ആയിട്ട് വരണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 6p ആവും. അതുപോലെ സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് 6p ആവും. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2, ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വന്ന് 6p പ്ലസ് 4q = 24. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 3, അപ്പൊ 6p പ്ലസ് 9q = 39. ഇനി ഇക്വേഷൻ 3 - 4 ചെയ്യുമ്പോൾ 6p എലിമിനേറ്റ് ആയി പോയി. -5q = -15. അപ്പൊ q = 15/5, 3 കിട്ടി. നമുക്ക് q 3 കിട്ടിക്കഴിഞ്ഞാൽ p എന്നുള്ളത് 3p പ്ലസ് 2 × 3 = 12. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3p = 12 - 6 = 6, p = 6/3, 2. p 2 കിട്ടി, q 3 കിട്ടി. നമുക്ക് കാണേണ്ടത് എക്സും വൈയും ആണ്. അതിനുശേഷം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/x = നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത് p. 1/x = p എന്ന് പറയുന്നത് ഇവിടെ 2. അപ്പൊ 2x = 1, x = 1/2. അതുപോലെ 1/y = 3. അപ്പൊ 3y = 1, y = 1/3. എക്സും കിട്ടി, വൈയും കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിനോമിനേറ്ററിൽ എക്സ് ആയതുകൊണ്ട് അത് p q അല്ലെങ്കിൽ m n എങ്ങനെ വേണമെങ്കിലും വേറെ വേരിയബിൾ കൊടുത്തിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 2/√x പ്ലസ് 3
by root y equal to 2. 4 by root x minus 9 by root y equal to minus 1. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 1 by root x is equal to p, 1 by root y equal to q. രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് മാത്രമേ ഇങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് 1 by root x ഉണ്ട്, അതുപോലെ 1 by root y ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ എടുത്ത് അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by root x എന്താണ് p. അപ്പോൾ 2p plus 3q equal to 2. ഇതിൽ 4p minus 9q equal to minus 1. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേഷൻ തന്നെ ചെയ്യാനേ എളുപ്പം. കാരണം ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പി സെയിം ആയി രണ്ട് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ 4p പ്ലസ് 6q ഈക്വൽ ടു 4. 4p മൈനസ് 9q ഈക്വൽ ടു മൈനസ് 1. ഇനി ഇക്വേഷൻ 3 മൈനസ് 4. അപ്പോൾ എന്തായി, 4p പോയി മൈനസ് ആണ് ചെയ്യുന്നത്, ഇവിടെ രണ്ടും മൈനസ് വന്ന്. അപ്പോൾ 15q ഈക്വൽ ടു 4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 ആയി. 4 പ്ലസ് 1 5. അപ്പോൾ q ഈക്വൽ ടു 5 by 15. 5 by 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 3. q 1 by 3 കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. 2p plus 3 into 1 by 3 equal to 2. 2p equal to 3 cancel. 2p plus 1 equal to 2. 2p equal to 2 minus 1 1. So p equal to 1 by 2. p 1 by 2 q 1 by 3 കിട്ടി. p 1 by 2 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത 1 by root x is equal to 1 by 2. അപ്പോൾ 2 equal to root x. റൂട്ട് എക്സ് ആണ് നമുക്ക് 2 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് റൂട്ട് പോയി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4. അതുപോലെ 1 ബൈ റൂട്ട് വൈ ഈക്വൽ ടു 1 by 3. 3 ഈക്വൽ ടു റൂട്ട് വൈ. അപ്പോൾ വൈ ഈക്വൽ ടു 9. വൈ 9 എക്സ് 4. ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറന്നുപോയി. 4 by x plus 3y equal to 14. 3 by x minus 4y equal to 23. ഇതെങ്ങനെ ചെയ്യാം, ഇതിൽ y മാറ്റണം എന്നൊന്നുമില്ല, x മാത്രം മാറ്റുക. 1 by x is equal to p. അപ്പോൾ നമുക്ക് ഇത് 4p plus 3y equal to 14. 3p minus 4y equal to 23. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. എന്നുവെച്ചാൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 4p ഈക്വൽ ടു 14 മൈനസ് 3y. p ഈക്വൽ ടു 14 മൈനസ് 3y ബൈ 4. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു പി എന്നുള്ളത് ഇവിടെ 14 മൈനസ് 3y ബൈ 4 മൈനസ് 4y ഈക്വൽ ടു 23. ഇനി എന്ത് ചെയ്യണം, ഇതിന് ഡിനോമിനേറ്ററിൽ 1 ആണ്. അപ്പോൾ നമ്മൾ LCM എടുക്കണം. LCM എടുക്കുമ്പോൾ ഇത് 16y ആവും. മേലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 14 ഇൻറ്റു 3 എന്ന് പറയുന്നത് 14 ഇൻറ്റു 3 42. 42 മൈനസ് 9y മൈനസ് 16y ഡിവൈഡ് ബൈ 4 വരും. ആ 4 എന്താവും, ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 LCM ആണ്. 4 ഇൻറ്റു 4 16 ഹോൾ ഡിവൈഡ് ബൈ 4 വരും. ആ 4 ഞാൻ അങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് എഴുതി. ഇനി 42 മൈനസ് 25y ഈക്വൽ ടു 92. അപ്പം മൈനസ് 25y ഈക്വൽ ടു 92 മൈനസ് 42. 92 42 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 50. അപ്പോൾ y ഈക്വൽ ടു
50 by minus 25. It is equal to minus 2. Y minus 2 കിട്ടി. Y minus 2 കിട്ടിക്കഴിഞ്ഞാൽ P. P എന്ന് പറയുന്നത് P equal to 14 minus 3 into minus 2 by 4. That is equal to 14 plus 6 by 4. 20 by 4. 20 by 4 എന്ന് പറയുമ്പോൾ 5. P 5 ആണ് കിട്ടിയത്. P 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x ആണ് വേണ്ടത്. x കാണാൻ വേണ്ടിയിട്ട് 1 by x is equal to 5. അപ്പം 5x is equal to 1. x is equal to 1 by 5. x 1 by 5. x 1 by 5 ഉം y minus 2 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 5 by x minus 1 plus 1 by y minus 2 equal to 2. Second equation 6 by x minus 1 minus 3 by y minus 2 equal to 1. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് 1 by x minus 1 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അതുപോലെ ഈ ഇക്വേഷനിൽ 1 by y minus 2 ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 1 by x minus 1 എന്നുള്ളത് p ആയിട്ട് എടുക്കും. അതുപോലെ 1 by y minus 2 equal to q ആയിട്ട് എടുക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 by x 5 into ഇപ്പോൾ 5 into 1 by x minus 1 ആണ്. അപ്പോൾ അതെന്തായി 5p. 5p plus q equal to 2. അതുപോലെ ഇത് 6p 6 into 1 by x minus 1 ആണ്. അതുപോലെ 3 into 1 by y minus 2 ആണുള്ളത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 6p minus 3q equal to 1. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി സോൾവ് ചെയ്യാം. എലിമിനേഷൻ തന്നെ ചെയ്ത് നോക്കാം. 5p plus q equal to 2. q equal to 2 minus 5p. Substitute in equation 2. 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6p minus 3 into 2 minus 5p equal to 1. 6p minus 6 minus 3 into minus 5 plus 15p equal to 1. So 21p equal to 1 plus 6. p equal to 7 by 21. 7 by 21 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു 1 by 3 വന്നു. p 1 by 3 കിട്ടി. p 1 by 3. ഇതുപോലെ ഇനി q കണ്ടുപിടിക്കണം. q എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. q ഈക്വൽ ടു എന്തായി 2 മൈനസ് 5 ഇൻറ്റു 1 by 3. ഇതിൽ നമ്മൾ LCM എടുക്കണം. 3 ഇൻറ്റു 2 6. 6 മൈനസ് 5. 6 മൈനസ് 5 by 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 3. രണ്ടും 1 by 3 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇതോടെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 1 by x minus 1 equal to p ആണ്. p എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 by 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 equal to x minus 1. അപ്പോൾ x is equal to ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് ആവും. 3 plus 1 4. x is equal to 4. അതുപോലെ 1 by y minus 2 equal to 1 by 3. അപ്പോൾ 3 equal to y minus 2. അപ്പോൾ y equal to 3 plus 2 5. y 5 x 4. ഇത് ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ സ്റ്റോപ്പ് ആക്കരുത്. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഈക്വൽ ടു എക്സ് മൈനസ് 1. എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് 1 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 1 ആയി. 3 plus 1 ഈക്വൽ ടു 4. അതുപോലെ ഇതിലും ചെയ്യാം. y മൈനസ് 2 ഈക്വൽ ടു 3. അപ്പോൾ y ഈക്വൽ ടു 3 plus 2 5. എക്സും വൈ അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിലേക്ക് എത്തണം. 7x minus 2y 7x minus 2y by xy equal to 5. അതുപോലെ 8x plus 7y by xy equal to
15. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പം 7x/xy മൈനസ് 2y/xy ഈക്വൽ ടു 5. അപ്പോൾ x ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്ത് വരും നമുക്ക്, 7/y ഈക്വൽ ടു മൈനസ് 2/x ഈക്വൽ ടു 5 വരും. എക്സ് രണ്ടിലും ക്യാൻസൽ ആയി പോകും. എക്സ് ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ ബാക്കിയുള്ളത് 7/y. അതുപോലെ ഇതിൽ നമുക്ക് y ആണ് ക്യാൻസൽ ആയി പോകുന്നത്. അപ്പോൾ 2/x ഈക്വൽ ടു 5 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനും അതേപോലെ ചെയ്യാം. 8x/xy പ്ലസ് 7y/xy ഈക്വൽ ടു 50. അപ്പം നമ്മുടെ ഇക്വേഷൻ 8/y പ്ലസ് 7/x ഈക്വൽ ടു 50. ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇത് നേരത്തെ തന്നെ പോലെ തന്നെ ലെറ്റ് 1/x ഈക്വൽ ടു p, 1/y ഈക്വൽ ടു q. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? 7/y അല്ലേ, അപ്പോൾ 7q മൈനസ് 2p ഈക്വൽ ടു 5. പിന്നെ എന്തായി, 8/y 8q പ്ലസ് 7p ഈക്വൽ ടു 50. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത്. ഇനി സോൾവ് ചെയ്യാം. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് 7q ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യാം. 5 പ്ലസ് 2p. എലിമിനേഷനിലും ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്തിട്ടെല്ലാം ചെയ്യണം. അപ്പോൾ ഏതാണെന്ന് സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ 2p, q ഈക്വൽ ടു 5 പ്ലസ് 2p/7. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 8 ഇൻറ്റു 5 പ്ലസ് 2p/7 പ്ലസ് 7p ഈക്വൽ ടു 15. ഇനി എന്ത് ചെയ്യാം, ഇത് നമ്മൾ ക്രോസ് ചെയ്യാം. 49p ആവും. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 5 40 പ്ലസ് 16p പ്ലസ് 49p ഈക്വൽ ടു 50. ഹോൾ ഡിവൈഡ് ബൈ 7 വരും. അതിനെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് എഴുതി. 15 ഇൻറ്റു 7. 15 ഇൻറ്റു 7 എത്ര വരും? 5 10 105. ഇതിൽ 49 പ്ലസ് 16 65. അപ്പോൾ 40 പ്ലസ് 65 p ഈക്വൽ ടു 105. 65p ഈക്വൽ ടു 105 മൈനസ് 40. അപ്പോൾ 105 മൈനസ് 40 65. അപ്പോൾ p ഈക്വൽ ടു 1. p 1 കിട്ടിക്കഴിഞ്ഞാൽ q എന്ന് പറയുന്നത് q ഈക്വൽ ടു 5 പ്ലസ് 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 7. അപ്പോൾ 7/7. 7/7 1/9. അപ്പോൾ നമ്മൾ 1/x is equal to ആണ് p ആയിട്ടുള്ളത്. 1/x is equal to 1. അപ്പോൾ x is equal to 1. 1/y equal to 1 q. 1/y അല്ലേ q ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/y equal to 1, y equal to 1. x is equal to 1, y equal to 1. 6th ക്വസ്റ്റ്യൻ ഇതും കൂടി ചെയ്തിട്ട് അടുത്ത ക്ലാസ് മതി. 6x plus 3y equal to 6xy. അതുപോലെ 2x plus 4y equal to 5xy. ഇത് ഹോൾ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, എക്സ് വൈ നേരത്തെ പോലെ തന്നെയാണ്. നേരത്തെ ഡിനോമിനേറ്ററിൽ എക്സ് വൈ തന്നെ, ആ എക്സ് വൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഹോൾ ഇക്വേഷൻ ഡിവൈഡ് ബൈ എക്സ് വൈ ചെയ്യാം. എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എക്സ് വൈ ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്ത് വരും, 6x/xy പ്ലസ് 3y/xy equal to 6xy/xy. ഹോൾ ഇക്വേഷൻ എക്സ് വൈ കൊണ്ട് ഡിവൈഡ്. അപ്പോൾ 6/y
പ്ലസ് 3/x ഈക്വൽ ടു 6 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2/y പ്ലസ് 4/x ഈക്വൽ ടു 5 എന്ന് കിട്ടും സെക്കൻഡ് ഇക്വേഷൻ. ഇനി നേരത്തെ തന്നെ പോലെ തന്നെ 1/x ഈക്വൽ ടു p, 1/y ഈക്വൽ ടു q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 6q പ്ലസ് 3p ഈക്വൽ ടു 6. ഇതിൽ 2q പ്ലസ് 4p ഈക്വൽ ടു 5. ഇതിപ്പോൾ നമുക്ക് ഒരുപോലെയൊന്നും ഇല്ല അല്ലേ. വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഇൻറ്റു എന്ത് ചെയ്യാം, 3 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6q ആവും. അപ്പോൾ എലിമിനേഷൻ ചെയ്യാം. ഇക്വേഷൻ 2 ഇൻറ്റു 3 ചെയ്യാം. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എന്തായി 6q പ്ലസ് 3 കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 12p ഈക്വൽ ടു 3 ഇൻറ്റു 5 15. ഇക്വേഷൻ 2 ഇങ്ങനെയായി മാറി. ഫസ്റ്റ് ഇക്വേഷൻ എന്നാ 6q പ്ലസ് 3p ഈക്വൽ ടു 6 നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. 2 മൈനസ് 1 ചെയ്യാം. ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്തായി, ഇത് ക്യാൻസലായി മൈനസ് ചെയ്യാം. അപ്പോൾ 9p ഈക്വൽ ടു 9, p ഈക്വൽ ടു 1, p 1 കിട്ടി. q എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ആണ് കുറച്ചും കൂടി ചെറുത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി മാറി, 2q പ്ലസ് 4p 1 ആയി ഈക്വൽ ടു 5. അപ്പോൾ 2q ഈക്വൽ ടു 5 മൈനസ് 4. അപ്പോൾ q ഈക്വൽ ടു 1/2. q 1/2 p 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 1/x ആണ് p ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/x is equal to p ആവുമ്പോൾ 1/x is equal to 1, x is equal to 1 കിട്ടി. അതുപോലെ 1/y ഈക്വൽ ടു q ആണ്. q ഇവിടെ നമുക്ക് 1/2 ആണ്. അപ്പോൾ y ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, y ഈക്വൽ ടു 2, x is equal to 1, y ക്രോസ് ചെയ്താൽ മതി, 2 ഇപ്പുറത്തോട്ട് y പോകും. അപ്പോൾ y ഈക്വൽ ടു 2, y ഈക്വൽ ടു 2, x is equal to 1 കിട്ടും. ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.